ഇന്ന് നമ്മൾ ഫൈബർ കലവറയായ ഉണ്ണിത്തണ്ട് തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് ഉണ്ണിത്തണ്ട് എടുത്ത് റൗണ്ടായി കട്ട് ചെയ്തെടുക്കാം. റൗണ്ടായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നൂല് കാണാം. ആ നൂല് നമുക്ക് മാറ്റിയെടുക്കാം. മാറ്റിയതിന് ശേഷം നമുക്ക് ഈ റൗണ്ട് അടുക്കി വെച്ച് നമുക്ക് സ്ക്വയറായി കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നൂല്. ഈ നൂല് നമുക്ക് മാറ്റിക്കളയാം. ഇത് നല്ല ഫൈബർ കണ്ടൻ്റ്, നല്ല പോഷക ആഹാരത്തിൽ പെട്ടതാണ്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കളർ ചേഞ്ച് ആവും. വൈറ്റ് കളർ നില്ല, ലൈറ്റ് ബ്രൗൺ ആവും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്നത് വൻപയറാണ്. വൻപയർ നമ്മൾ വെള്ളത്തിൽ 6 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. കുതിർന്നതിന് ശേഷം നമുക്ക് വാർത്തെടുക്കാം. വാർത്തെടുത്ത വൻപയറും പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ഉണ്ണിത്തണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു കുക്കറിലാക്കി വെള്ളമൊഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. ഒരു 4 വിസിലാണ് നമ്മൾ പാകത്തിനാണ് വേവിച്ചെടുക്കുന്നത്. 4 വിസിലിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ശേഷം നമുക്കൊരു പ്രധാന ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങ, വറ്റൽമുളക്, പച്ചമുളക് എന്നിവ ചതച്ചതാണ്. അത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം. ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ശേഷം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വേപ്പിലയും വറ്റൽമുളകും ചേർത്ത് അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ അത് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ മിക്സ് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉണ്ണിപ്പിണ്ടി മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിലെ വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ഉണ്ണിത്തണ്ട് തോരൻ ഈസ് റെഡി. നമ്മുടെ നാട്ടിൽ ഉണ്ണിത്തണ്ട് എന്നാണ് പറയാറ്. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യുക.